ഗായ്സ് ഇറ്റ് മീ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് 4x4 ആണ് ഗായ്സ്. ഫ്രീ ഫയറിൽ 4x4 ആണ് നമ്മൾ കളിക്കുന്നത്. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞാനെന്തേ ഓരോരുത്തരെ കൊല്ലോന്നൊക്കെ അടിച്ചു കൊടുത്തു ഗായ്സ്. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നു. ഇതൊക്കെ എന്താണ് ഓരോരുത്തരെയോ ഫ്രീ ഫയർ ആദ്യമായിട്ടല്ല കളിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ രീതിയിൽ കളിയത്തില്ല. ഞാൻ ഇന്നലെ എടുത്തതേ ഉള്ളൂ. ഇന്നലെ 2 ദിവസമായി. എല്ലാവരും ക്യാരക്ടറില്ല ഏത് വേണമെന്ന് ചോദിച്ചപ്പോൾ ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഒരു ക്യാരക്ടറിനാണെന്ന് പറഞ്ഞാൽ കളിച്ച് എടുക്കുന്നതായിരിക്കും. Friends are the family you can I trust you do what you can I trust you friends are the family you എടുത്തിട്ടുണ്ട്. എനിക്ക് നന്നായി പെണ്ണിനെ വെച്ച് കളിക്കാം. അത് കളിക്കാൻ പറ്റത്തില്ലെന്നൊന്നും കളിച്ച് നോക്കാം. 4x4 അല്ല ഗായ്സ് കളിക്കുന്നില്ല. 4x4 കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് 4x4 കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് 1 കളിക്കാം. അപ്പം കുറേ പേരെ മടിയൊക്കെയല്ലോ ട്രെയിനിങ് കളിക്കാം. കുറേ പേരെ അടിച്ചിടാമല്ലോ, ഇഷ്ടമുള്ളതൊക്കെ എടുക്കാമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇത് കളിക്കാം. ഇഷ്ടമുള്ളതൊക്കെ എല്ലാത്തിനും എടുക്കാം. പക്ഷേ ഇതൊരു പ്രത്യേക രീതിയിലാണ് ഗൈസ്. അപ്പം നമുക്ക് Free Fire India is set. എനിക്ക് ഈ തോക്കാണ് ഇഷ്ടം. അയ്യോ ഞാൻ തീർന്നു ഗൈസേ. ഞാനും തീർത്ത് ഗൈസ്. തീർത്ത് അത് 2 ഇടത്തുനിന്ന് എനിക്ക് അടി വന്നു. എനിക്ക് വേറെ അടുത്തുനിന്ന് അടി വന്നു ഗൈസ്. ഒരുമിച്ച് തത്താൻ വന്നു. അപ്പോൾ നമുക്ക് കളി തുടങ്ങാം. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചാവാനുള്ളത് എന്തായാലും. 2 അടുത്തുനിന്ന് അടി വന്നുകൊണ്ടാണ് ഗൈസ് അതായത് തീർന്നത്. നമുക്ക് സൂക്ഷിക്കണം. എപ്പോഴൊക്കെയാണ് കയറി വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കളിച്ചിട്ട് വലിയ ഉപകാരമൊന്നുമില്ല, ഒരു ട്രെയിനിങ് ആവും. യൂട്യൂബ് ചാനലില്ലേ അത് നമ്മളവരെ തീർത്ത്. ഞാൻ ചാനലിലെന്ന് പറയുന്നത് എൻ്റെ ഉമ്മാടുത്താണ്. ഉമ്മാടുത്താണ് പറഞ്ഞ ചാനലിലാണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കളിക്കുന്നത് എൻ്റെ സ്വന്തം ഫോണിലൊന്നുമല്ല, എൻ്റെ ഉമ്മയുടെ ഫോണിലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ എനിക്കൊരു ഫോൺ എടുക്കാം. നിങ്ങളൊന്ന്
അവൾ ചാടി വന്ന് അടിച്ച് ഏത് പെണ്ണായാലും നമ്മളടിക്കും എന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. നമ്മൾ കളിച്ചിട്ട് ഇല്ലെന്നല്ല, നമ്മൾ കളിച്ചിട്ടുണ്ട്. ഞാൻ അടിക്കുന്നില്ലായിരുന്നു സമയം തീർന്ന് കാശ് നമ്മൾ തീർന്നിരിക്കുന്നു. ഈ സൈഡിൽ കൂടെ എന്തായാലും ഏത് സൈഡിൽ കൂടെ പോയാലും എനിമി തന്നെ. എൻ്റെ അടുത്ത് എനിക്ക് നല്ല ഇരിക്കുവാണ് ഇങ്ങനെ തീർക്കും. പക്ഷേ ഇത് ഏത് സമയത്ത് എനിക്ക് ഈ തോക്ക് കിട്ടി? അയ്യേ എനിക്ക് ഈ തോക്ക് ഇഷ്ടമല്ല. ഞാൻ ഈ കളിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കളിക്കുന്നു. പക്ഷേ ഈ തോക്ക് ഇഷ്ടമല്ല. എന്തായാലും വന്ന കയറിയ സാധനത്തിൽ നമുക്ക് അടിച്ചു കളയാൻ പറ്റും. ഇവിടെ വെക്കാം എന്നു പറഞ്ഞാൽ പെട്ടെന്ന് എനിമി ആരാന്ന് എനിക്ക് ഈ തോക്ക് വെച്ച് അടിക്കണം. തീർത്ത് ഞാൻ 10ാം സ്ഥാനത്ത്. എനിക്ക് ഈ തോക്ക് ഇഷ്ടമല്ല. എനിക്ക് ആരെയും കൊന്നാലല്ലേ അവരായിരിക്കും ഈ തോക്ക് എനിക്ക് കിട്ടത്തുള്ളൂ. ഇത് ഏത് തോക്കിടെ എനിക്ക് കിട്ടിയ? എനിക്ക് ബേക്കിന്ന് അടിയാന്ന് കുഴപ്പമൊന്നുമില്ല. അടിയാകുമ്പോൾ വരും. തീർത്ത എനിക്ക് സീനൊന്നുമില്ല. എനിക്ക് നല്ല തീർത്താലും എന്നൊക്കെ ആ ടീം ലാസ്റ്റ് ഇരിക്കുന്ന കുറേ പേരുണ്ട്. ഗായ്സ് എനിക്ക് കിട്ടുന്നില്ല ഗായ്സ്. ഈ അലമ്പ് പോക്ക് എനിക്ക് ഇതൊക്കെ കൂടുതലായിട്ട് ഫോളോവേഴ്സ് കൂടുതലായിട്ടൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ കൊള്ളായിരുന്നു. എല്ലാവരും സബ്സ്ക്രൈബറൊക്കെ ചെയ്താൽ നല്ലതായിരുന്നു. അപ്പം ഞാൻ ചിലപ്പോൾ നാളെ അല്ല വൈകിട്ട് ലൈവ് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം. നിങ്ങൾ ഇപ്പം തന്നെ കണ്ടില്ലേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അയ്യോ പാട്ടത്തോക്ക് കിട്ടി ഗായ്സ്. പാട്ടത്തോക്കല്ല, MP40. എനിക്ക് ഏറ്റവും ഇഷ്ടം MP40 ആണ്. ഇതൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് MP40 ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ് ഇപ്പോൾ എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകണം. കൊള്ളാം, പൊളിയല്ലേ. എനിക്ക് ഈ തോക്ക്
സൂമിങ് തോക്കൊന്നും ഇഷ്ടമല്ലാത്തതാണ് ഗൈസ്. അങ്ങനെയാണ് ഞാൻ കളിക്കാം. ആഹാ, കിട്ടിയാലേ ഡബിൾ തോക്ക്, ഡബിൾ ഗണ് കൊണ്ണ കിട്ടിയ തോക്ക് ഗൈസ്. പോയി, എല്ലാം പോയെന്നല്ല, എനിക്കിഷ്ടം തന്നെ. പിന്നെ അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ലൈവ് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കയറി കാണണം. അപ്പോൾ ലൈവ് വീഡിയോ വരുന്നതായിരിക്കും, എല്ലാവരും കാണണം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് വിഷമമൊന്നുമില്ലല്ലോ. തോറ്റതല്ല, ഔട്ടായി. എനിക്ക് വിഷമമൊന്നുമില്ല. എന്തിന് വിഷമം? വാള് കിട്ടി ഗൈസ്. വാള അടിപൊളി തന്നെ. എന്നാലും പക്ഷെ ബാക്കിയുള്ളവരതിൽ ഇതുണ്ടെങ്കിൽ ഗണ്ണുണ്ടെങ്കിൽ നമ്മൾ തീർന്നല്ലേ. പാത്രം കിട്ടില്ല. ഇല്ല, ഞാനങ്ങനെ കളിക്കാറില്ല. തീർന്നു ഗൈസ്. ഞാൻ 23 പേരെ കൊന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്നാലും ഒരു സെൽഫി ഒക്കെ എടുക്കാം, ഫോട്ടോ എടുക്കാം. നമുക്ക് നേരെ ഇനി 4x4 കളിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. അല്ലെങ്കിൽ 1v1 കളിക്കാം. എനിക്ക് പ്രശ്നമല്ല. നമുക്കൊരു ക്യാരറ്റ് കിട്ടിയുണ്ട്. നമുക്ക് എന്തായാലും ഒരു കിട്ടി. നമുക്കൊരു പെറ്റിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കളിച്ച് പൈസ ഉണ്ടാക്കുന്നില്ല. കളിക്കാൻ പറ്റുന്നതൊന്നും കളിക്കാൻ പറ്റുന്നില്ല. നമുക്ക് 1v1 കളിക്കാം. ആരും ജയിക്കുക, ആരും നോക്കുമെന്നൊക്കെ ഗായ്സ് നമുക്കൊന്നും അറിയത്തില്ല. എന്നാലും ഞാനത്ര പാഴൊന്നുമല്ല, ഞാനും നല്ലോണം കളിക്കും ഗായ്സ്. എന്നില്ല, ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബറും ഫോളോ ഒക്കെ ചെയ്താൽ നമുക്ക് കളിക്കായിരുന്നു. നിങ്ങളാരും സപ്പോർട്ടൊന്നും തരുന്നില്ല, പിന്നെ എന്തിനാണ്? നമുക്ക് വേറെ വിഷമമല്ലേ ഉള്ളൂ. നിങ്ങളെല്ലാം ബാക്കിയുള്ള ഗെയിം തെറാപ്പിസ്റ്റും എല്ലാവർക്കും ഒക്കെ സപ്പോർട്ട് ചെയ്തിരിക്കും. നമ്മളൊക്കെ വെറും എന്നാലും സപ്പോർട്ടൊക്കെ ചെയ്തു. തരകിട്ട് ഒരു തൂണൊക്കെ ഏത് തോക്കായാലും കളിച്ചാൽ പോലെ. എനിക്ക് ഏത് തോക്കായാലും എനിക്ക് വിഷയമൊന്നുമില്ല, ഞാൻ കളിക്കും. അതിപ്പോൾ അവൻ നല്ല പ്ലെയർ ആണെങ്കിലും ഞാൻ നല്ല പ്ലെയർ ആണെങ്കിലും കണ്ട കാര്യം, ഞാൻ നല്ല പ്ലെയർ ആണെങ്കിലും അവൻ നല്ല പ്ലെയർ ആണെങ്കിലും നമ്മൾ കളിക്കുന്ന രീതി അനുസരിച്ച് ഒരാൾക്കാർ തോക്കുന്നുണ്ട്. എന്നാ ഇപ്പം ബോട്ടാണെങ്കിലും എന്നുവെച്ചാൽ കളിക്കാൻ നല്ലോണം അറിയത്തില്ല. അവരാണെങ്കിലും അവർ കളിച്ചാലും ഇത് എന്തോന്നോ നല്ലോണം തന്നെ അവർ കളിക്കുമായിരിക്കും. ആര് കളിച്ചാലും നല്ലോണം കളിക്കും, അതിപ്പോൾ സ്വാഭാവികം. പിടിച്ചിട്ട് വേണം കളിക്കണം. അപ്പം എനിക്ക് ലൈവ് ഇട്ട് കളിക്കുന്നില്ല, അതെനിക്ക് ഇടണമെന്ന്. പക്ഷേ എനിക്ക് അതൊക്കെ ആൾക്കാർ പറയുന്നത് PC-യിലേ നടക്കത്തുള്ളൂ, ഫോണിൽ നടക്കത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്.
അതിന് വേറെ സാധനങ്ങളൊക്കെ വേണമെന്നൊക്കെ പറയും. അല്ലെങ്കിൽ പിന്നെ ഈ ഫോണിൽ ആയിട്ട് ലൈവ് എനിക്ക് ഇട്ടാൽ എന്താ ഗൈസ്, അങ്ങനെയാണ്. എനിക്ക് ലൈവ് വേണമെങ്കിൽ ഇടാം, പക്ഷെ ലൈവ് ഇട്ടാൽ എന്താ 3-ലാണ് നിന്ന 3-ല് എന്നിട്ട് ഞാൻ അവനെ അടിച്ചു. അപ്പം ഇത് ബോട്ടാണെന്നോ പായാണെന്നോ എനിക്കറിയത്തില്ല. 5 ലെവലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അവൻ സൂമിങ് തോക്ക് എടുത്തിട്ട് അവിടെ നിന്ന് ഇവിടം വരെ സൂം ചെയ്ത് എന്നെ എക്സ്ഷോട്ട് അടിക്കാനുള്ള പ്ലാൻ ആയിരിക്കും. ബുദ്ധിയുള്ളവനാണെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അങ്ങനെയല്ല. നെക്കി അങ്ങ് പിടിച്ച് ഐസേ, നെക്കി അങ്ങ് പിടിച്ച്. എന്തെന്ന് വെച്ചാൽ എനിക്കറിയാം, ഒന്നെങ്കിൽ ഞാൻ ജയിക്കും, ഒന്നെങ്കിൽ അവൻ ജയിക്കും. നമുക്ക് ഒരു കളി വിട്ടു കൊടുത്താലോ, അവൻ അടിക്കുമെന്ന് നോക്കണ്ടേ, നിന്ന് അവൻ അടിക്കുമെന്ന് നോക്കാം. നമുക്കൊരു കളി വിട്ടു കൊടുക്കാം, ഒരു കളി വിട്ടു കൊടുക്കാം ഗൈസ്. എന്തായാലും നമ്മൾ 4 കളി ജയിച്ചില്ലേ, അല്ലെങ്കിൽ വിട്ടു കൊടുക്കണോ? ആണക്കേടല്ലേ, വിട്ടു കൊടുക്കണോ ഗൈസ്? നിങ്ങൾ പറയണം അടുത്ത കളി എന്തായാലും ഞാൻ വിട്ടു കൊടുക്കും. നിങ്ങൾ കമൻ്റ് ഇട്ട് പറഞ്ഞാൽ, ഞാൻ അവൻ പാഴെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലോണം കളിക്കാൻ അറിയത്തില്ല അവന്. അപ്പം എനിക്ക് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിന്നാൽ എനിക്ക് കുറേ ഉണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് 2 ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്, 2 ടോക്കൺ. അപ്പോൾ ടോക്കൺ വെച്ച് എടുക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അറിയത്തില്ല, ഞാൻ കഴിഞ്ഞ വട്ടം എനിക്ക് കിട്ടിയപ്പോഴും ഗേളിന് ഇടാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഗേളിന് ഇടാൻ പറ്റിയ വേറെ നമുക്കൊരു ബോയിനെ എടുക്കണം ഗൈസ്.